ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കോളേജ് വിദ്യാർത്ഥിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച വയനാട് തവിഞ്ഞാൽ പഞ്ചായത്തിൽ ജാഗ്രതാ നിർദ്ദേശം. ഗുരുതരമായ ഷിഗല്ല ഫ്ലെക്ഷണറി വകഭേദമാണ് വിദ്യാർത്ഥിക്ക് സ്ഥിരീകരിച്ചത്. 9 ക്ലസ്റ്ററുകളായി ആരോഗ്യവകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും സംയുക്ത പരിശോധന നടക്കും. ഹോട്ടലുകളിലും കോളേജ് ഹോസ്റ്റലുകളിലും പ്രത്യേക പരിശോധന നടത്തും. ഇവിടെ 9 ക്ലസ്റ്ററുകളിലായി കുട്ടികൾ താമസിക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ ആ സ്ഥലങ്ങളുടെ പരിശോധന പ്രത്യേകം നടത്തുക. ഈ കുട്ടി ചില ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ അവിടെ അതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജില്ലയിലുള്ള എല്ലാ ഹോട്ടൽസും വെള്ളം ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളും മുഴുവൻ പരിശോധനയും ക്ലോറിനേഷനും. ആ ക്ലോറിനേഷൻ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ക്ലോറിനേഷൻ വീക്ക് മുഴുവൻ പ്രത്യേകം ഏറ്റെടുത്ത് നടത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തു. 29 ഷിഗല്ല കേസസ് നമ്മുടെ ജില്ലയിൽ റിപ്പോർട്ട്. അപ്പോൾ അതൊരു ഗൗരവമുള്ള ഒരു സാഹചര്യം നമ്മൾ വിലയിരുത്തി അത് ഉണ്ടായതിന് ശേഷം ഓടുന്നതിന് പകരം പ്രതിരോധ നടപടികൾ മുഴുവൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ലോക്കൽ ബോഡീസിൻ്റെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒരു മിഷൻ ആരംഭിക്കുക. ദീപക് മോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക്, ഗുരുതരമായ വകഭേദം എന്ന് പറയുമ്പോൾ അത് ആശങ്കയേറ്റുന്നുണ്ട്. ഇനി മുന്നോട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ് കൊണ്ടുപോകുന്നത്? ആര്യ, ഇന്നലെയാണ് തലപ്പുഴ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു വിദ്യാർത്ഥിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ഒരു മാസം മുൻപ് ഇത്തരത്തിൽ സുൽത്താൻ ബത്തേരി കോളിയാടി മാർബസിലെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഈ മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തലപ്പുഴ എഞ്ചിനീയറിംഗ് കോളേജിൽ ഈ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടിയുടെ രോഗമെന്ന് പറയുന്നത് കഴിഞ്ഞ തവണ കണ്ടെത്തിയതിനേക്കാൾ കൂടുതൽ തീവ്രതയുള്ള ഫ്ലെക്സിനറി ഷിഗല്ല എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളതെന്നാണ് ഇപ്പോൾ മന്ത്രി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ച് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടുന്ന മേഖലയിൽ പ്രത്യേകിച്ച് തവിഞ്ഞാൽ പഞ്ചായത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ആ മേഖലയിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിശോധന, പ്രത്യേകിച്ച് കിണറുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ക്ലോറിനേഷൻ ഡ്രൈവുകൾ നടത്തും. അതോടൊപ്പം വിദ്യാർത്ഥികൾ താമസിച്ചിരുന്ന, അതായത് നേരത്തെ ഈ കോളേജ് ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന കുട്ടിക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. ആ കുട്ടി ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സാഹചര്യം ഗുരുതരമായ സാഹചര്യം ഇല്ല എന്ന് പറയുമ്പോഴും ഷിഗല്ലയുടെ ഈ വകഭേദത്തെ ഭയക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ ജാഗ്രതയോടെ തന്നെ മുൻപോട്ട് പോകണമെന്നാണ് ഇപ്പോൾ മന്ത്രി അടക്കം പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ചാണ് ഇന്നിപ്പോൾ ഒരു അവലോകന യോഗം ചേർന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും അതോടൊപ്പം ആരോഗ്യ വകുപ്പിൻ്റെയും സംയുക്തമായി ചേർന്ന അവലോകന യോഗത്തിൽ നിരവധി തീരുമാനങ്ങളുണ്ടായി. അതിൽ പ്രധാനമായും പറയുന്നത് വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലുകൾ, ഈ കോളേജിനടുത്തുള്ള മറ്റ് താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഊർജിതമായ പരിശോധന നടത്തും. ജില്ലയിലെ കിണറുകളിലൊക്കെ തന്നെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്ലോറിനേഷൻ ഡ്രൈവ് നടത്തുന്നുണ്ട്. കൂടുതൽ വിശദമായ പരിശോധനകൾ നടത്തും. ലക്ഷങ്ങൾ കണ്ട മറ്റ് 4 കുട്ടികൾ കൂടി ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. നിലവിൽ ഈ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് പറയുമ്പോഴും ഇത് ഗുരുതരമായൊരു അസുഖം തന്നെയാണ്. നേരത്തെ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ഗുരുതരമായൊരു സാഹചര്യമുണ്ട്. അതായത് രോഗവ്യാപനത്തിന്റെ തോത് തടയുന്നതുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നത്. അതനുസരിച്ചാണ് 9 ക്ലസ്റ്ററുകളിലായി 2 ഘട്ടത്തിലൂടെ ഇത്തരത്തിൽ ഷിഗല്ല നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുള്ളത്. ആര്യ. ഓക്കെ, ദീപക് മോഹനാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഏറെ ഗൗരവതരമായ സാഹചര്യമാണ്. അത്തരത്തിൽ ഗൗരവത്തോടു കൂടി തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. എന്തായാലും ആ പ്രദേശത്തെ എല്ലാ കിണറുകളിലും ക്ലോറിനേഷൻ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തരത്തിലൊരു ഡ്രൈവായിട്ട് തന്നെ നടത്തും. അതോടൊപ്പം തന്നെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.